തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കർശനമായ വലിയ സുരക്ഷാ സന്നാഹമാണ് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് ഒരുക്കാൻ പോകുന്നത്. ഒപ്പം കൂടുതൽ മന്ത്രിമാർ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരടക്കം, മറ്റ് സംസ്ഥാന കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, കർണാടകയും തെലങ്കാനയിലെയും മുഖ്യമന്ത്രിമാരടക്കം ചടങ്ങിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി എത്തിക്കുമെന്നടക്കമുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോൾ അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ ഉദ്ദേശിക്കുന്ന വേദിക്കരികിൽ നിന്ന് ഷഫീദ് ദാവൂദ് ചെയ്യുന്നു. ഷഫീദ്, വലിയ ഒരുക്കമാണ്, ആ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. 25,000 പേരാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എത്തും. എവിടത്തോളം എത്തിയിട്ടുണ്ട് ഈ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഷഫീദ? സുഹൈലെ, കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് സംസ്ഥാനത്ത് ആഘോഷിക്കാൻ കിട്ടിയ ഒരു വലിയ ചടങ്ങാണ്. അത് പരമാവധി ആഘോഷത്തിൽ, പരമാവധി ആവേശത്തിൽ ആ സത്യപ്രതിജ്ഞ നടത്താനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി എനിക്ക് പിന്നിൽ കാണുന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഏതാണ്ട് 3000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. മാത്രമല്ല, കർശന സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം വിഐപികളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ കഴിയും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി, കൂടാതെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട മുഖങ്ങളെ അടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങിന് കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കൂടാതെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സി ജോസഫ് വിജയ്, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ക്ഷണിച്ചിരുന്നു. അദ്ദേഹവും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന കാര്യം. അങ്ങനെ വിഐപികളുടെ ഒരു നീണ്ട നിര തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയും. അതേപോലെ തന്നെ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ പാസോടെ വരുന്നവർക്ക് മാത്രമായിരിക്കും ഇതിനകത്ത് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. പാർക്കിങ്ങിനടക്കം പ്രത്യേക സൗകര്യം റോഡിന് പുറത്ത് ക്രമീകരിക്കും. കൂടാതെ കൃത്യമായിട്ടുള്ള ഗതാഗത ക്രമീകരണം അത് രാവിലെ 7 മണി മുതൽ നഗരത്തിൽ നടപ്പാക്കാനും ഇതിനോടകം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രയധികം ആഘോഷത്തിൽ, വലിയ ആർഭാടത്തിൽ നടത്തുന്ന ഒരു പരിപാടിയായിരിക്കും. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരമേൽക്കുന്നത് ആ രീതിയിലുള്ള ആവേശത്തോടു കൂടിയായിരിക്കും. സുഹൈൽ, സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി ഓരോ കോൺഗ്രസുകാരനും ആഗ്രഹിച്ച ദിനം വന്നെടുക്കുമ്പോൾ അത് പരമാവധി മികച്ചതാക്കാനുള്ള ശ്രമം അത് നടക്കുന്നു. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മറ്റു സംസ്ഥാന മുഖ്യമന്ത്രിമാരടക്കം അതിഥികളായി എത്തുന്നുണ്ട്. വലിയ സുരക്ഷയുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കം കാറ്റഗറിയിൽ വരുന്ന വിഐപികളും ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുമ്പോൾ വലിയ സുരക്ഷ കൂടി ആ ഭാഗത്ത് ഒരുക്കുന്നു. പന്തലടക്കം ഇടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്നത്. തിങ്കളാഴ്ച ഈ വേദിയിലായിരിക്കും വി ഡി സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുന്നത്. അതേസമയം തന്നെ വി ഡി സതീശൻ നയിക്കുമ്പോൾ കൂടെ ആ ടീമിൽ ആരൊക്കെയെന്ന ഉദ്യോഗം നിറഞ്ഞ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നുപോകുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചർച്ചകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ പേരുകൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ച് അനുമതി ലഭിച്ച ശേഷം നാളെ ഈ പേരുകളുമായി ഗവർണറെ കാണണം. ഗവർണറെ കണ്ട അനുമതി കിട്ടിയ ശേഷം തിങ്കളാഴ്ച ഈ പറയുന്ന വി ഡി സതീശനും കൂടെയുള്ള ടീമും ഒന്നിച്ചൊരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ വി ഡി ടീമിൽ ആരൊക്കെയെന്ന് ആളുകൾ കാത്തിരിക്കുന്ന മണിക്കൂറുകളോട് പോകുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏറെക്കുറിച്ച് ചിത്രമായി വരുന്നു. ആകെ 21 മന്ത്രിസഭയിൽ 11+1 11 മന്ത്രിമാരും വി ഡി സതീശനും അടക്കം 12 കോൺഗ്രസ് മന്ത്രിമാരുണ്ടാകുക. 5 ലീഗ് മന്ത്രിമാർ. PJ ജോസഫ് വിഭാഗം 2 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സീറ്റ് മാത്രമേ നിലവിൽ കോൺഗ്രസ് ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾ ഓരോരുത്തരായി KPC ആസ്ഥാനത്ത് എത്തി നേതാക്കളുമായി ചർച്ച നടത്തുന്ന ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ കൂടിയാണ് കേരള രാഷ്ട്രീയം കടന്നുപോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.